ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. അതിനു വേണ്ടി നമുക്ക് ഫിഷ് ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഇതൊരു 1.5 കിലോ നെയ്മീനാണ്. ചട്ടി ചൂടായ ശേഷം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ലേശം മതി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഉലുവ കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് ചൂടായി ഒന്ന് പൊട്ടിയൊന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് മസാലകളിടാം. മസാലകളെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ ഇടും. ഇതിനകത്ത് ഉള്ളി ഇടില്ല, തേങ്ങ ഒന്നും ഇടില്ല, മസാല മാത്രമേ ഉള്ളൂ. ഉലുവ പൊട്ടി വരുന്നുണ്ട്. നമുക്കിനി മസാലകൾ ഓരോന്നിട്ട് വരാം. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, അത്രയ്ക്ക് വേണ്ട, കുരുമുളക് പൊടി, ഫിഷ് മസാല കുറച്ച് ഒരു 2-3 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി അതിനകത്ത് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒന്ന് പച്ച മണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നല്ലതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് ആ ഇഞ്ചി അരച്ച വെള്ളം അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം കലക്കി അതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ശേഷം നമുക്കതൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഗ്രേവി ഒന്ന് നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പിടണം. ഉപ്പിട്ട ശേഷം ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക. തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇടാൻ തുടങ്ങാം. കുറച്ചെടുത്ത് ഞാൻ വറക്കാൻ വെച്ചു. ഒത്തിരി ഒന്നുമില്ല, കുഞ്ഞിന് വേണ്ടി മാത്രം. ഷെല്ലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് പുളിയുടെ ടേസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. കുറച്ച് എന്നിട്ട് സ്പൂൺ തവിയിട്ട് ഇളക്കത്തില്ല, ചട്ടി അവിടെ എടുത്ത് ഒന്ന് ഇളക്കി വിടത്തേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ലേശം വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നല്ല അടിപൊളി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫിഷ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി കൂടാതെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ലേശം ഫിഷ് മസാല, ഉപ്പൂടെ ചേർത്ത്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞ് ലൂസായി കിടക്കുന്ന പോലെ വേണം. മസാലയൊക്കെ അങ്ങനെ മീനേന്ന് വിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. കണ്ടോ, ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മയം വരാൻ മതി. അത്രയും മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒന്ന് ഇളക്കി എല്ലാം മീനെയും ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഇളക്കി. കണ്ടോ, ഒത്തിരി ഇത് ലൂസായി കിടക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.